ഹലോ, വെൽക്കം ബാക്ക്. നിങ്ങളെല്ലാവരും തംബ്നെയിലിൽ കണ്ട പോലെ തന്നെ ഇന്ന് നമ്മൾ അജ്ലമുഗർ മാലിദ ഉറൂസിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ അടുത്തുള്ളൊരു മക്കാമാണിത്. അവിടെ ഉറൂസ് ഇന്ന് ലാസ്റ്റ് ഡേ ആണ്. അങ്ങനെ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാലിദ പ്രിപ്പയർ ചെയ്യലാണ്. വീട്ടിലൊക്കെ എല്ലാ ആൾക്കാരും മാലിദ പ്രിപ്പയർ ചെയ്തിട്ട് എന്ത് മനസ്സിൽ ഉദ്ദേശം വെച്ചിട്ടാണെങ്കിലും എല്ലാവരും ചേർന്ന് പ്രിപ്പയർ ചെയ്യും. എന്നിട്ട് അവിടെ പള്ളിയിൽ കൊണ്ടു കൊടുക്കും. ആ ലാസ്റ്റ് ഡേ അത് തിരിച്ച് ഞങ്ങൾക്ക് പള്ളിയിൽ നിന്ന് കിട്ടും. അത് ഭയങ്കര ക്യൂ ഒക്കെ ഉണ്ടാവും അവിടുത്തെ സ്പെഷ്യൽ അതുതന്നെയാണ് ഇവിടുത്തെ മക്കാമിൻ്റെ. അങ്ങനെ നമ്മൾ ഇന്ന് പോയതുണ്ടല്ലോ തോണിയിലാണ് കേട്ടോ. ഇവിടെ കാറിൽ വേണമെങ്കിൽ നമുക്ക് ഡയറക്റ്റായിട്ട് കാറിൽ തന്നെ പോവാം പള്ളീൻ്റെ അടുത്തോളം. പക്ഷേ നമ്മളിന്ന് പോയത് തോണിയിലാണ്. ഇതൊരു ക്രേസ് അല്ലേ, തോണി കയറിയിട്ട് കുറേ ആൾക്കാരുണ്ടാവും. എല്ലാവരെയും തോണി കയറിയിട്ട് ഈ വെള്ളം കടന്നാണ് നമ്മളവിടെ പോകുന്നത്. നമ്മളവിടെ പോയതിന് ശേഷം ഉണ്ടല്ലോ സിയാറത്തൊക്കെ ചെയ്തു. എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വന്നപ്പോൾ മാലിദ ഉണ്ടല്ലോ, അതിന് കുറേ വലിയ ക്യൂ ഉണ്ടാവും. നിങ്ങൾ കാണുന്നുണ്ടാവും. എല്ലാവരും ക്യൂവിൽ നിൽക്കണം. ക്യൂവിൽ നിന്നിട്ട് ഇത് വാങ്ങണം. ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ പള്ളിയിൽ കൊടുക്കുന്നത് നല്ലതാണ്, നമ്മുടെ ഉദ്ദേശം പൂർത്തിയാവും. അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ആൾക്കാരുടെ ഒരു വിശ്വാസം. എന്നിട്ട് പുറത്ത് വന്നിട്ട് ഇവിടെ ബേക്കറി അങ്ങനെ ചെറിയ ചെറിയ കടകൾ, പോപ്കോണ്, കോണ് അങ്ങനെയൊക്കെ എല്ലാ കടകളും ഉണ്ടാവും. അവിടുന്ന് പിന്നെ പുറത്ത് വന്ന് നമ്മൾ ബേബിക്ക് ടോയൊക്കെ മേടിച്ചു. പിന്നെ റിട്ടേൺ തോണിയിൽ തന്നെയാണ് വന്നത്. പിന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ജാതി മതം അതൊന്നും നോക്കൂല, എല്ലാവരും പോവും. എല്ലാവരും വിശ്വസിച്ചിട്ട് അവിടെ ചെല്ലും. ഇവിടെ ഭയങ്കര ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ അതൊന്നും ആരും നോക്കൂല. എല്ലാവരും അവിടെ മക്കാം ഉറൂസിലേക്ക് എത്തും, മാലിദ കിട്ടും, അത് കഴിക്കും. അതൊക്കെ കോമൺ ആണ്. ഇവിടുത്തെ ഒരു സൗഹാർദ്ദമാണ് ഈ നാട്ടിൻ്റെ. അവിടെ ഉണ്ടല്ലോ തോണിയിൽ കയറണമെങ്കിൽ നമ്മൾ ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യണം. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ തോണിയിൽ കയറണം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോണ്ടല്ലോ ഒരു ഉച്ച ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു രാത്രി തന്നെ ഉണ്ടായിരുന്നത്. ഇന്ന് ലാസ്റ്റ് ഡേ അല്ലേ. അങ്ങനെ ഉച്ചയാകുമ്പോഴത്തേക്കും നമുക്ക് പോയി സിയാറത്തൊക്കെ ചെയ്തിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നോർമലി ഉച്ചത്തെ ചോറുണ്ടാവും. പക്ഷേ നമ്മൾ പോകുമ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മൾ ഔട്ട് സൈഡിലാണ് കേട്ടോ ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഔട്ട് സൈഡിലൊരു വെജ് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ വീട്ടിലേക്ക് വന്ന് ഇന്ന് ഇതാണ് കേട്ടോ നമ്മുടെ ഒരു ചെറിയ വ്ളോഗ്. ഇൻഷാ അല്ലാഹ് വീണ്ടും നല്ലൊരു വ്ളോഗായിട്ട് വരാം. അതുവരയ്ക്കും ബൈ ബൈ.